ആറുമാസം പിന്നിടുന്ന അരിപ്പ ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാൻ സമരഭൂമി സന്ദർശിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് DCC പ്രസിഡന്റും ജനപ്രതിനിധികളും അടങ്ങുന്ന കോൺഗ്രസ് സംഘം സമരഭൂമിയിലെത്തിയത്. ADMS നേതൃത്വത്തിൽ നടക്കുന്ന സമരഭൂമിയിലെത്തിയ പ്രതാപവർമ്മ തമ്പാനും സംഘവും സമരസമിതി നേതാവ് ശ്രീരാമ കൊയിലോണുമായി ചർച്ച നടത്തി. ചെങ്ങറ സമരത്തിലടക്കം പങ്കെടുത്ത് വാസയോഗ്യവും കൃഷിയോഗ്യവുമല്ലാത്ത ഭൂമി ലഭിച്ചവരടക്കമാണ് സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നും സമരത്തിൽ പങ്കെടുക്കുന്നവർ പ്രതാപവർമ്മ തമ്പാനോട് പറഞ്ഞു. ആദിവാസികൾക്ക് ഭൂമി നൽകുന്നതിൽ നിയമപരമായ തടസ്സമില്ലെന്നും ഇതര വിഭാഗത്തിൽപ്പെട്ടവരും സമരത്തിൽ പങ്കെടുക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നും പ്രതാപവർമ്മ തമ്പാൻ സൂചിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ, അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കുളത്തൂപ്പുഴ സലീം തുടങ്ങിയവർ പ്രതാപവർമ്മ തമ്പാനൊപ്പം സമരഭൂമി സന്ദർശിച്ചു. ADMS നേതൃത്വത്തിൽ നടക്കുന്ന ഭൂസമരത്തിന് കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും പ്രതാപവർമ്മ തമ്പാൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ശ്രീരാമൻ കൊയ്യൻ്റെ നേതൃത്വത്തിൽ അരിപ്പയിൽ കഴിഞ്ഞ 6 മാസക്കാലമായി നടന്നു വരുന്ന ഈ ആദിവാസി ദളിത് സമൂഹത്തിൻ്റെ ഈ ഭൂസമരം ചെങ്ങറയിലടക്കം സമരത്തിൽ പങ്കെടുത്ത് ഭൂമി അനുവദിച്ചെങ്കിലും കൃഷിയോഗ്യമല്ലാത്ത വാസയോഗ്യമല്ലാത്ത ഭൂമിയിൽ ലഭ്യമായ ആളുകളടക്കമാണ് ഇവിടെ ഉള്ളത്. അവരുടെ എല്ലാം പ്രശ്നത്തെ വളരെ ഗൗരവമായൊരു പ്രശ്നമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നത്. ഈ രാജ്യത്ത് സീറോ ലാൻഡ്ലെസ് എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അത്തരം പദ്ധതിയിലൂടെ എല്ലാവർക്കും ഭൂമി നൽകുന്ന ഒരു ശ്രമം നടന്നതിനിടയിൽ കൃഷിഭൂമിക്ക് വേണ്ടി ഇവർ നടത്തുന്ന സമരത്തിന് കോൺഗ്രസിൻ്റെ ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.